ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾ ഒരുപാട് സ്റ്റാറുകളെ എന്താണ് ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു സ്റ്റാർ കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടേനെ എന്ന് തോന്നിയിട്ടില്ലായിരുന്നു? ഈ അത് നമുക്ക് അവരുടെ അവസ്ഥ ശരിക്കും അറിയാം. എനിക്ക് എന്റെ കൂടെ നടന്നവരാണ് ഇവർക്ക് കൂടുതൽ പേരും. ജയറാമ ചെറുപ്പത്തിലെ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നടന്നവരാണ്. അപ്പൊ എന്റെ ഒരുപാട് എനിക്ക് ആദ്യം സ്റ്റേജ് ഷോ ആയിരുന്നു. കൊച്ചിൻ സെഞ്ചുറി എന്നുള്ള ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സെഞ്ചുറി കാസറ്റ്സ്, അത് 300ഓളം ആൽബങ്ങൾ ഇറക്കിയിരുന്നു. ജയറാമൊക്കെ ഒരുപാട് മിമിക്രി പറഞ്ഞിട്ടുണ്ട് കാസറ്റിലേക്ക്. അപ്പൊ അന്ന് ജയറാമ ഒന്നുമല്ല, ഒരു മിമിക്രിക്കാരൻ മാത്രം. കലാഭവനിൽ വരുന്നതിന് മുമ്പും ഞങ്ങളുടെ കൂടെ മിമിക്രി പറഞ്ഞു നടന്നാണ്. അപ്പൊ അവരറിയാം ദിലീപ് എറണാകുളത്ത് ട്രൂപ്പിൽ കയറുന്നതിന് മുമ്പ് പോലുള്ള വലിയ ട്രൂപ്പില്, സിനിമയിലല്ല. എന്റെ കാസറ്റ്സിന് വേണ്ടി അന്നൊക്കെ ഇന്നസെന്റിന്റെ ശബ്ദം ഏറ്റവും നന്നായിട്ട് അനുകരിക്കുന്നത് ദിലീപായിരുന്നു. അപ്പൊ ദിലീപ് ഒരുപാട് 25ഓളം കാസറ്റുകൾ, അന്നൊക്കെ ഓണം അതുപോലുള്ള പരിപാടി, അതുപോലെ കോമഡി കാസറ്റുകൾ, പാരഡി കാസറ്റുകളൊക്കെ വരുമ്പോൾ ഇവരുടെ ശബ്ദത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വന്നിരുന്ന ആളുകളാണ്. അതുപോലെ ജയസൂര്യക്ക് ഞാൻ സിനിമ ചെയ്തതിന് ശേഷം എന്നെ അന്വേഷിച്ച് വന്ന ചാൻസ് വെച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഒരുപാട് ആളുകൾ കൂടെ നടന്ന ആളുകൾ ആണ് ഇവരൊക്കെ. പക്ഷെ നമ്മൾ അവരുടെ ഒരു ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കണം. നമ്മൾ 3 വർഷം അവരുടെ ഒന്ന് റെമൺട്രേഷന്റെ പ്രശ്നം, 2 ഈ അവരുടെ ഡേറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഒരു ദിലീപൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ ഒക്കെ നല്ല കാലത്ത് 5 വർഷം വരെ ദിലീപിന്റെ ഡേറ്റ് ഉണ്ടായില്ല. 5 വർഷം അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു പടത്തിന് നമുക്ക് ഡേറ്റ് കിട്ടാന്നുള്ളത് അതൊരു കമ്പനിക്ക് പറ്റും. ഒരു കമ്പനി എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു പടം ഹിറ്റായി, അടുത്ത പടം ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ അടുത്ത പടം നമുക്ക് വഴി 3 വർഷം കഴിഞ്ഞത്തേക്ക് ഒരു അഡ്വാൻസ് കൊടുക്കാം. അതൊരു കമ്പനിക്കേ പറ്റുള്ളൂ, ഒരു വ്യക്തിക്ക് പറ്റൂല. വ്യക്തികൾ ചെയ്യാറുണ്ട് അങ്ങനെ, പക്ഷെ നമ്മള് നിരന്തരമായിട്ടൊരു സിനിമയുടെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് അത് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ പ്രശസ്തരായ പല നിർമ്മാതാക്കളും പടം ചെയ്യാത്തത്. അതുകൊണ്ടാണ് 3, 4 കൊല്ലം 5 കൊല്ലമൊക്കെയാണ് ഓരോ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സമയം ചോദിക്കുന്നത്. ഈ 5 കൊല്ലം മുമ്പ് നമ്മൾ അഡ്വാൻസ് കൊടുത്ത്, അതിനും വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ആർട്ടിസ്റ്റ് 5 കൊല്ലം കഴിഞ്ഞാൽ അവര് മാർക്കറ്റ് ഉണ്ടോ എന്ന് ഇപ്പൊ നമുക്കറിയാൻ പറ്റില്ല. 5 വർഷമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 5 വർഷം. അപ്പൊ അത്രയും കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ കൂടുതലും നിർബന്ധിക്കാത്തതും. നിർബന്ധിച്ചാൽ അവരൊരു അവസ്ഥ ഇതൊക്കെ നമുക്ക് തരും, പക്ഷേ അതിൽ പോവാത്തത് കൊണ്ടാണ്. പിന്നെ സാറേ, ഈ പ്രൊഡ്യൂസറെ ഇപ്പോഴത്തെ പുതിയ ആളുകൾ സിനിമ സ്ട്രഗിൾ ചെയ്ത് പുതിയ സിനിമ ചെയ്തു. അതുപോലെ പഴയ ആളെ ഇപ്പോഴത്തെ ഈ സമയത്ത് പോലും ആ പ്രൊഡ്യൂസർ വിശ്വസിച്ച് ഈ പ്രൊജക്ട് തയ്യാറായി ഒരു അത്ഭുതം, അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിന് കഴിയും? പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയോട് കഥ പറഞ്ഞിരുന്നു. ആദ്യം കഥ പറഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ ഇഷ്ടമായി. പക്ഷെ പുള്ളിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ താല്പര്യമുള്ള ആളല്ല. അപ്പോ പുള്ളി അപ്പൊ വേണ്ട, ഞാൻ സിനിമയിൽ ഇപ്പോഴും ഇല്ല. പുള്ളി നീ ചെയ്യില്ല. പുള്ളി ഈ സബ്ജക്ട് ആയതുകൊണ്ട് നമ്മളോട് സഹകരിച്ചു. പുള്ളി ഒത്തിരിപ്പല്ല, ശരിക്കും റഫീഖത്തിന്റെ ഒരു പാർട്ണറാണ്, ഞാനൊരു പാർട്ണറാണ്. പക്ഷെ റഫീഖ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഞാൻ ഡയറക്ടർ ആയതുകൊണ്ടും പുള്ളിയുടെ പേരിൽ ഇത് ചെയ്യണമെന്നുള്ളൂ. ഞങ്ങൾക്ക് പൈസ കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ പുള്ളി പൈസ മുടക്കിയതാണ്. അത് ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ടു. ആർട്ടിസ്റ്റ് അല്ലാണ് പ്രധാനം, അത് സബ്ജക്റ്റിന് തന്നെയാണ് പ്രധാനമാണ്. പക്ഷെ കളക്ഷനെ സംബന്ധിച്ച് തിയേറ്ററിലോട്ട് വരുന്ന ആർട്ടിസ്റ്റിന്റെ തല കണ്ടാല് അത് ആദ്യത്തെ ദിവസം ഉള്ളതാണ്. ആദ്യത്തെ ദിവസം മാത്രമേ ആർട്ടിസ്റ്റിന്റെ തല കണ്ടിട്ട് തിയേറ്റർ, 2ാമത്തെ ദിവസം പടം നല്ലതാണെങ്കിൽ ആ വഴിക്ക് ആരും വരില്ല. അതിപ്പോ എത്ര വലിയ നടനാണെങ്കിലും വരില്ല. നമുക്കായാണെങ്കിലും മോഹൻലാലാണെങ്കിലും പടം മോശമാണെങ്കിൽ 2ാമത്തെ ദിവസം ആളുകൾ വരില്ല. പണ്ടൊക്കെ ഒരാഴ്ച ആളുകൾ വരുമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ദിവസം വരുമോ, 2ൽ പടം എടുത്തു പോകും. ആ ഒരവസ്ഥ ഉണ്ട്. അപ്പൊ പുതുമുകളായാലും തന്നെയാണ്. പടം നന്നായാൽ പതുക്കെ ആളുകൾ. അപ്പൊ നമുക്ക് ഞാൻ മിക്കവാറും പടങ്ങളായിട്ട് ഈ മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യ മുഴുവൻ ഹിറ്റാണ്. ഫസ്റ്റ് ഡേ പടം കണ്ടാലേ ഒരു 3-1 ഓഡിയൻസ് ഉണ്ടായുള്ളൂ തിയേറ്ററിൽ. പക്ഷെ പിന്നെ അടുത്ത ഷോ ആയപ്പോൾ പകുതി ഓഡിയൻസ് ആയി. അതിന്റെ അടുത്ത ഷോ ആയപ്പോൾ ഹൗസ്ഫുള്ളായി.
ഇങ്ങനെയാണ് ആ പടം കയറി പോകുന്നത്. അങ്ങനെ ഓരോ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഏത് പടം നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ പടത്തിന് വയ്ക്കാം, ഹൗസ് ഫുള്ളായിട്ട് ഫുള്ളായിട്ടുള്ള പടങ്ങൾ, മറ്റേ ബ്രഹ്മാണ്ഡ പടം എന്നൊക്കെ പറഞ്ഞ് ബാഹുബലി പോലെ പറഞ്ഞ പടങ്ങൾക്കല്ലാതെ ഈ തിയേറ്ററുകളിലെ ഹൗസ് ഫുള്ളില്ല. പബ്ലിസിറ്റി കൂടെ തന്നെ മൗത്ത് പബ്ലിസിറ്റി കൂടെയാണ് ഇപ്പൊ അങ്ങോട്ട് വരുന്നത്. എത്ര വലിയ പടമായാലും ശരിയാണ്, മൗത്ത് പബ്ലിസിറ്റിയാണ് അത് വിജയിപ്പിക്കുന്നത്. അപ്പൊ പുതുമുഖങ്ങളാണെങ്കിൽ ഇതൊരു പരീക്ഷണമാണ്, ചിലപ്പോൾ ഹിറ്റാവട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ആഗ്രഹം നമുക്കിപ്പം ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ആ സ്റ്റൈൽ. അതുകൊണ്ട് സിനിമ പിന്നെ OTT-യിൽ വന്ന് കാണാൻ വേണ്ടി നിൽക്കരുത്, തിയേറ്ററിൽ തന്നെ എങ്കിലേ എഫക്ട് ശരിക്കും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും. തിയേറ്റർ സ്പേസുകൾ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ബിഗ് ബഡ്ജറ്റ് മൂവികൾ വരുമ്പോൾ ഇതിനൊക്കെയുള്ള കുഞ്ഞു പടങ്ങൾ അത് പറയുന്നുണ്ട്. ഈ വൻ ബഡ്ജറ്റ് പടങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഈ ചെറിയ പടങ്ങൾ ഇരുന്ന് പോയത്. അതിൽ സംശയവുമില്ല. നമുക്കറിയാം പണ്ടും ഉലകം ബാലിബൻ അതുപോലുള്ള ഷോലെ പോലുള്ള വൻ ബഡ്ജറ്റുകൾ വന്നിട്ടുണ്ട്. അത് വർഷത്തിലൊന്നും വരില്ല, 5 വർഷം കൂടുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ ഒരു പടം. ബാക്കി സമയങ്ങളിൽ ചെറിയ പടങ്ങൾക്കൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഒരു വർഷത്തിൽ 6 7 വൻ ബഡ്ജറ്റ് വരും, വലിയ പടങ്ങൾ വരും. ഇപ്പൊ തന്നെ ഈ വർഷം എത്ര പടം വന്നപ്പോ ARR എന്ന് പറഞ്ഞ പടം ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. അതിന് തൊട്ട് മുമ്പാണ് RRR എന്ന് പറഞ്ഞത്, അതും ഒരു ബിഗ് ബഡ്ജറ്റിനാണ്. അങ്ങനെ കുറെ പടങ്ങൾ ബിഗ് ബഡ്ജറ്റ് വന്നു. പണ്ടതല്ല, പണ്ട് ഒരു ഷോയില് വന്നതിന് ശേഷം അടുത്ത പടം വരാൻ 3 വർഷം 4 വർഷം വേണം ഒരു വലിയ ബഡ്ജറ്റ് പടങ്ങൾ. അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്, സാധാ സിനിമകളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്, വൻകിട സിനിമകൾ. അല്ലിപ്പം നമുക്കറിയാം, ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തേക്കുന്ന ഒരാളെ കുറിച്ച് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സിനിമയിലൊന്ന് അഭിനയിക്കുക അല്ലെങ്കിൽ തല കാണിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് മൂവി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതും ഇത്ര വലിയൊരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം പുള്ളി വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? മമ്മിക്കനെ സത്യത്തിൽ വളരെ ചെറുപ്പം തൊട്ടേ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു 10th 11th പഠിക്കുന്ന ആ ഒരു പ്രായം തൊട്ടേ ഞങ്ങൾ അറിയുന്നവരാണ്. അപ്പോൾ മമ്മിക്കയുടെ എല്ലാ പ്രോഗ്രാംസുകളും ഇപ്പോൾ ആൽബമിൽ അദ്ദേഹം വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും എനിക്കൊരു വേഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഫിലിം ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എല്ലാം ആങ്കറിങ് ആയിരുന്നു കൂടുതലും എല്ലാത്തിലും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ വിഷയമാണ്, ഇതിൽ എന്ത് സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് ഈ ന്യൂസ് റീഡിങ്ങും റിപ്പോർട്ടിങ് തരിക. അതൊക്കെ ഒരു നമ്മൾ കാണുന്നു, അത് ആസ്വദിക്കുന്നതല്ലാതെ ഇതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ടുള്ള വിവരം തരാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ മമ്മിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ സാധാരണ ഈ പറഞ്ഞ മാതിരി പാട്ട് പാടി പ്രോഗ്രാംസുകളൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിലാണെങ്കിൽ ഓക്കെ, ഞാൻ സംഭവിക്കും. പാട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ല ഇഷ്യൂ, ഇതിൽ കുറച്ചൊരു അധികം ഇതില്ല, പറഞ്ഞു തരാം, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്തായാലും പൂർണ്ണ ഒരു പോസിറ്റീവ് എനർജിയാണോ മമ്മിക്ക് അത് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെ ഫൈൻ, നല്ല രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചെന്നാണ് തോന്നുന്നത്. സോ ആ ഒരു രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. താങ്ക് യു. ഇതിലെ പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഈ തിയേറ്ററിൽ വിഷ്വലൈസ് വളരെ നന്നായിട്ട് ഗ്രാഫിക് ചെയ്തത്. പിന്നെ മാത്രമല്ല, ഞങ്ങളെപ്പോലെ കുടുംബ ആർട്ടിസ്റ്റ് ഈ സിനിമയ്ക്ക് പുറത്ത് കടക്കാൻ പടിവാതിക്കൽ നിൽക്കുന്ന ആളുകളാണ്. ആ ഒരു എൻട്രിയും കൂടെ നിങ്ങൾ തരുന്നത്, പ്രേക്ഷകർ തരുന്നത്. അപ്പൊ നിങ്ങളാണ് പ്രേക്ഷകരെ അറിയിക്കേണ്ടത്. പ്രേക്ഷകരുടെ സിനിമ വന്ന് കാണുക. മാത്രമല്ല, ഇത് കഥയാണ് ശരിക്കും നായകൻ, കഥാപാത്രങ്ങളല്ല. പക്ഷെ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഈ കഥാപാത്രം ഇത്രയും ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കഥാപാത്രത്തിന്റെ ഇമോഷൻ സീനൊക്കെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ ഈ കേരളത്തിലുണ്ട്. പല ഇൻസിഡന്റിനും ബാക്കിയായ കുറെ കഥാപാത്രങ്ങൾ, അവരെ കഥയാണ് ഇത് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സിനിമ ഒരു 2 മണിക്കൂർ ആസ്വദിക്കാനുള്ള കഥ മാത്രമല്ല, ഇത്തരം ഒരുപാട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം ജീവിച്ചിരിക്കുന്ന ആ ദുഃഖം പേര് നടക്കുന്ന കഥാപാത്രങ്ങൾ, അവരെ മനസ്സിലാക്കാനും കൂടിയാണ് ഈ സിനിമ. അതേപോലെ സിനിമ ആഗ്രഹിച്ച ഒരുപാട് കാരണമായിട്ട് നടന്നിട്ട് ഈ പരിപാടികൾ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമ. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്നാലും കണ്ട് ഇത് വിജയിപ്പിക്കണം. അത് നിങ്ങളും കൂടെ ജനത്തിനൊന്ന് അറിയിക്കണം. അത്രയും മാത്രമേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളൂ. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വരികയും സിനിമയെ കുറിച്ച്
ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരെയും, ഞങ്ങളെ മാത്രമല്ല ഈ സിനിമ ആഗ്രഹിച്ചു വരുന്ന എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് പൈസ ഉള്ളവർക്ക് മാത്രമുള്ള ഒരു ആഗ്രഹമല്ല, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ വരുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെല്ലാവരെയും വിജയിപ്പിക്കാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയാണെന്ന് സിനിമക്ക് പ്രൊജക്ഷൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കി പരമാവധി ആളുകളെ വേദനിപ്പിക്കാതെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ, എന്തെങ്കിലും തീരെ മോശം നിങ്ങൾ നല്ലതായിട്ട് എഴുതിയാൽ നിങ്ങൾക്കും മോശം. അപ്പൊ അതൊക്കെ ഉണ്ടാവും. എന്നാലും പരമാവധി ആളുകളെ സഹായിക്കാനുള്ള സിനിമ രക്ഷപ്പെട്ടാലേ നിങ്ങൾക്കും രക്ഷയുള്ളൂ, ആ സിനിമ ചെയ്യുന്നവർക്കും രക്ഷയുള്ളൂ. അപ്പൊ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.